നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഈ വാർത്ത? ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, താൻ കൊലപ്പെടുത്തിയ ആളെ പോലീസ് തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഒരു കൊലപാതകി പറയുകയാണ്. മുഹമ്മദ് അലി കുറ്റബോധം കൊണ്ടാണ് 40 വർഷത്തിന് ശേഷം കൊലപാതകത്തിന്റെ വിവരം തുറന്നു പറഞ്ഞത്. ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. സുഹൃത്തുക്കളോട് കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. എല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ് സമാധാനമായതെന്നും ഏത് ശിക്ഷയും സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമെന്നും മുഹമ്മദ് അലി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പോൾ 2 കൊലപാതകം ചെയ്ത ഒരാളെ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന രംഗമുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഭയങ്കരമായി ഓസ്കർ അവാർഡൊക്കെ ലഭിക്കുക, ഭയങ്കര അവാർഡൊക്കെ ലഭിക്കുക, അതുപോലെ വലിയ വലിയ സ്ഥാനത്ത് വലിയ നായകന്മാർക്കൊക്കെ വലിയ അവാർഡ് കിട്ടുമല്ലോ. എന്താ അവാർഡിൻ്റെ പേര്? ഓസ്കർ അല്ല, വേറെ എന്തെങ്കിലും അവാർഡൊക്കെ ഉണ്ടല്ലോ നായകന്മാർക്ക് കിട്ടുന്ന അവാർഡ്. എന്താ ആട്ടെ, എന്നാൽ അവാർഡൊക്കെ കിട്ടിയ ആളുകളോട് പോയിട്ട് നമ്മൾ ചോദിക്കില്ലേ, സാറിന് എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇത് എത്രമാത്രം താങ്കൾ ഇതിന് വേണ്ടി പ്രയത്നിച്ചു? ഇതുപോലെ ഈ അടുത്ത കാലത്ത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ സംഭവമുണ്ട്. ഒരാൾ, ഏറ്റവും കൂടുതൽ ഒരു മലയാളിയായ മനുഷ്യൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ സംഭവം. പ്രത്യേകമായ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ. കടൽ നമുക്കറിയാം, കടലിൻ്റെ താഴെ ഭാഗത്ത് ഭയങ്കര കൂന ഇരുട്ടാണ്. ഭയങ്കര ഒരുപാട് എവറസ്റ്റ് കൊടുമുടിയൊക്കെ, നമ്മളെ ബുർജ് ഖലീഫൻ്റെ 3 ഇരട്ടി താഴെയാണ് കടലിലേക്ക് പോകുന്നത്. അത്രയും താഴ്ചയുണ്ട് ചില കടലിൻ്റെ ചില ഭാഗത്ത്. അപ്പോൾ കുറച്ച് താഴത്തേക്ക് അത്രയും പോയിട്ടില്ല, പക്ഷേ കുറച്ച് ഭാഗത്ത് കുറച്ചും കൂടി ആഴത്തിൽ പോയ ഒരു മനുഷ്യൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന രംഗം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്, കുറച്ച് കൊല്ലം മുമ്പ്. അപ്പോൾ അവിടെ അദ്ദേഹത്തോട് ചാനലാർ ചോദിക്കുന്നു, അതേ ചോദ്യം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അദ്ദേഹത്തോട് കൗതുകത്തോടെ ചാനലാർ ചോദിക്കുക, എങ്ങനെയായിരുന്നു ആ യാത്ര, എന്തൊക്കെ അനുഭവങ്ങളായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? അതുപോലെയാണ് എന്തെന്ന് ഈ 2 മനുഷ്യനെ കൊന്ന ഒരാളെ കുറിച്ച് ഒരു ചോദ്യം ചെയ്യുന്നത്. ചാനലാറാ, നിങ്ങളെ ബുദ്ധി ബേക്കോട്ട് പോകല്ല മക്കളെ, അത്ഭുതം. അതേപോലെ നമുക്ക് കുറ്റബോധം നമുക്കുണ്ടാകണം മനുഷ്യരെ. നമുക്ക് എന്തെങ്കിലും തെറ്റ്, മതപരമോ ഭൗതികമായ എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്കും 40 വർഷം എടുക്കരുത് നിങ്ങൾക്ക് കുറ്റബോധം വരാൻ വേണ്ടി. നമുക്ക് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കുറ്റബോധം ഉണ്ടാകണം. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം, അതൊക്കെ നല്ല കാര്യമാണ്. അതുപോലെ നല്ല നല്ല കൂട്ടെപ്പോഴും കൂടുക നിങ്ങൾ ആളുകളുമായി. ഇപ്പോൾ ഈ അഡിക്ഷനൊക്കെ പെട്ടുപോയ ആളുകൾ പറയാറുണ്ട്, ഭയങ്കരമായ അഡിക്ഷനിൽ പെട്ടുപോയ ആളുകൾ. അപ്പോൾ അവരോട് അവർ മൊത്തത്തിൽ ആളുകളുടെ കൂടെ നടക്കുക. മൊത്തം അപ്പോൾ ഒറ്റപ്പെടുമ്പോഴാണല്ലോ ഈ അഡിക്ഷനിൽ ഇതായി പോകുന്നത്. കൂട്ടുകാരുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെ, നാട്ടുകാരുടെ കൂടെ, ആളുകളുടെ കൂടെ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകാം നമുക്ക്. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു തെറ്റും ഒരു ഫീലും വ്യത്യാസമുണ്ട്. ആളുകളുടെ കൂടെയും കൂട്ടത്തിലും സമൂഹത്തോടൊപ്പം ഒന്നിച്ചൊക്കെ കഴിയുമ്പോൾ, കുട്ടികളുടെ കൂടെയും ഭാര്യയുടെ കൂടെയും മക്കളുടെ കൂടെയും ഒക്കെ കഴിയുമ്പോഴുള്ള അവസ്ഥ വ്യത്യാസമുണ്ട്. അങ്ങനെ കൂട്ടമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പലപ്പോഴും. അതുപോലെ ഇവിടെ വായിച്ച രസകരമായ കമൻറ്റുകൾ, അതിൽ ഒരാൾ പറയുകയാണേ, ജയിലിൽ പോയാൽ സുഖസുന്ദരമായി 635 രൂപ ശമ്പളമായിട്ട് ജീവിക്കുക, സുഖസുന്ദരമായിട്ട്.